അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA അറബിക്, അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി. അൽ ഹദാസത്തു ഫി ശ്ശിഅരിൽ അറബി, അറേബ്യൻ കവിതകളിലെ മോഡേണിസം. മഅ തജദ്ദുദിൽ ഹയാത്തി ഫി ബിദായാത്തിൽ ഖർനി അൽ മാദി, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജീവിതത്തിലുണ്ടായ പുരോഗതികളോടൊപ്പം. വദുഖൂലിൽ ഇൻസാനി ആലമൻ ജദീദൻ മിനൽ ഹദാറ, അതുപോലെ മനുഷ്യൻ നാഗരികതയുടെ പുതിയ ലോകത്തേക്ക് പ്രവേശിച്ച കാരണത്താലും. അല്ലത്തി ലം യകുൻ യഈഷുഹാ മിൻ ഖബ്ലു, അഥവാ മുമ്പ് മനുഷ്യൻ ജീവിച്ചിട്ടില്ലാത്ത നാഗരികത. അസ്ബഹൽ ഇൻസാനു ബിഹാജത്തിൻ ഇലാ അദബിൻ ജദീദിൻ, മനുഷ്യർക്ക് പുതിയ സാഹിത്യങ്ങൾ ആവശ്യമായി വരുന്നു. യത്റുഖുൽ മവാദി അൽ ജദീദ അല്ലത്തി ദഖലത്തിൽ ഹയാത്തൽ ഇൻസാനി അൽ ഹദീസ, മനുഷ്യൻ്റെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള പുതിയ വിഷയങ്ങളിലേക്ക് ചെല്ലുക എന്നുള്ളതും അതിന് സഹായകരമായ പുതിയ സാഹിത്യങ്ങൾ മനുഷ്യന് ആവശ്യമായി വന്നു. മഅ ഇബ്ഖാഇൽ അഗ്റാദിൽ അദബിയ്യൽ ഖദീമ, എന്നാൽ അതോടൊപ്പം പൗരാണിക സാഹിത്യ ലക്ഷ്യങ്ങൾ അവിടെ ശേഷിക്കുന്നുണ്ട്. അതവശേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഖാസത്തൻ പ്രത്യേകിച്ച് അഗ്റാദ് അൽ വിജ്ദാനിയ, വൈകാരികമായ ലക്ഷ്യങ്ങളൊക്കെ വീണ്ടും അവശേഷിക്കുന്നുണ്ട്. അതിൽ മാറ്റം വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഫലാത്തിഫത്തു ലാ തതതവ്വറു അബദ, ഇമോഷൻസ് എന്നുള്ളത് ഒരിക്കലും അതിന് മാറ്റങ്ങൾ, പുരോഗതികൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. കുല്ലു ഹാദിഹിൽ അവാമിൽ ദഅത്തിൽ അദീബ് അൽ അറബി ഇല ഇബ്തികാരി അവാലിം ശഅരിയ ഹദീസ, ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയും ഒരു അറേബ്യൻ സാഹിത്യകാരനെയും തൻ്റെ കവിതാലോകത്തിൽ പുതിയ നൂതനത്വം കൊണ്ടുവരിക എന്നുള്ളത് പ്രേരകമായി തീർന്നു. ലം തകുൻ മുതആരിഫ ഔ മത്റൂഖ മിൻ ഖബൽ, അഥവാ മുമ്പ് അവർക്ക് പരിചയമില്ലാത്ത രൂപത്തിൽ. ഫദഹറ അശ്ശിഅറുൽ ഹദാസി, അങ്ങനെയാണ് ആധുനിക കവിതകൾ അറബി സാഹിത്യത്തിലും രംഗപ്രവേശം നടക്കുന്നത്. വമൽ ഹദാസത്തു ഫിൽ അദബി ഇല്ല ഫർഅ അനിൽ ഹദാസ ഫിൽ ഫിക്ർ, സാഹിത്യത്തിലുണ്ടായ മോഡേണിസം എന്ന് പറയുന്നത് അത് ചിന്തയിലുണ്ടായ പുരോഗതിയുടെ അല്ലെങ്കിൽ ആധുനികതയുടെ ഒരു ഘടകം മാത്രമാണ്. വഹിയ മിസ്ലഹ മുസ്തമിദ്ദ മിനൽ ഗർബ്, അത് മറ്റുള്ളവനെ പോലെ തന്നെ അതെന്താണ്, അത് പാശ്ചാത്യൻ മേഖലയിൽ നിന്ന് കടമെടുത്താണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടായതാണ്. വിലാദത്തൻ വനുമുവൻ വനദ്ജൻ, ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും അതിൻ്റെ മൂപ്പെത്തുന്ന അതിൻ്റെ പുരോഗതി കൊണ്ടെല്ലാം തന്നെ പാശ്ചാത്യൻ സാഹിത്യ മേഖലകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് അറേബ്യൻ മേഖലയിലെ സാഹിത്യങ്ങളെല്ലാം തന്നെ. യുഅ്തബറുൽ അദബു ബിജമീഇ അജ്നാസിഹി, സാഹിത്യം അതിൻ്റെ എല്ലാ ഇനങ്ങളും പരിഗണിക്കപ്പെടുന്നു. അത് ഷിഅർ, അൽ ഖിസ്സ, അൽ റിവായ, അൽ മസ്റഹിയ, ഇലഹ് തുടങ്ങിയ എല്ലാ ഇനങ്ങളും. അഹദു അഹമ്മി ഖനവാതി അത്തഹ്ദീസ് വ വസാഇലിഹി, അതൊക്കെ തന്നെയും കമ്മ്യൂണിക്കേഷനുള്ള മാർഗങ്ങളും അതിൻ്റെ ചാനലുകളുമാണ്. മിൻ ഹൈസു ഹിയ വസീലത്തു തവാസുൽ ബൈനൽ അഫ്റാദ്, കമ്മ്യൂണിക്കേഷൻ, സംസാരം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള. വൽ മുജ്തമആത്ത്, അതേപോലെ സംഘടനകളും സമൂഹങ്ങളും തമ്മിലുള്ള. ലിത്തഅബീർ അനിൽ ഹവാജിസ് വൽ അഫ്കാർ വൽ റഗായിബ് വൽ ദവാഫിർ വൽ മതാമിഹ് വൽ മതാമിഇ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും മനുഷ്യൻ്റെ താല്പര്യങ്ങളും അവൻ്റെ ഇച്ഛകളും ചിന്തകളും എല്ലാം അതിനെപ്പറ്റിയെല്ലാം ആവിഷ്കരിക്കാൻ വേണ്ടി സമൂഹത്തിന് തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുള്ള. വകുല്ലു മാ യദൂറു ഫി ഫിക്രിൽ ഇൻസാനി വഅയ്ശിഹി, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ ചിന്തകളിലും ജീവിതത്തിലും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തന്നെയാണ് സാഹിത്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. وبكسر طوق الكنيسة في الغرب وما نتج عنه عن التحرر الفكري, പാശ്ചാത്യൻ മേഖലയിലെ ചർച്ചുകളുടെ സ്വാധീനത്തെ തകർത്തെറിഞ്ഞപ്പോൾ, അങ്ങനെ ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടായപ്പോൾ അതിൻ്റെ ഫലമായി ബർസത്ത് കസീറും മിനൻ നദറിയാത്തിൽ ഫൽസഫിയ്യ അൽ മുർതക്കിസ അലൽ മദ്ദിയ വൽ ഇൽഹാദ്, അതിൻ്റെ ഫലമായിട്ട് വ്യത്യസ്തങ്ങളായ ഫിലോസഫി ചിന്തകൾ അവിടെ രൂപം കൊണ്ടുവന്നു. അതാവട്ടെ അൽ മുർതക്കിസ അലൽ മദ്ദിയ വൽ ഇൽഹാദ്, നിരീശ്വരവാദത്തിൻ്റെയും ഭൗതികവാദത്തിലും കേന്ദ്രീകൃതമായ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളാണ് ഉണ്ടായിത്തീർന്നത്. വഫിഹാദൽ ജവ്വിൽ ഫിക്രി തതാബഅത് അൽ മദാഹിബ് അൽ അദബിയ്യ അൽ ഗർബിയ്യ, ഇതിനെ തുടർന്നുകൊണ്ട് ഈയൊരു ചിന്താ അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യൻ സാഹിത്യ ചിന്താധാരകളെല്ലാം തന്നെ ഉണ്ടായിത്തീരുന്നത്. സ്വതന്ത്രവാദങ്ങളിൽ നിന്നാണ്. അത് അത്രയും കാലം മതത്തിൻ്റെ ഒരു ആധിപത്യമായിരുന്നു, മതമെന്ന് പറഞ്ഞ ചർച്ചിൻ്റെയൊക്കെ. അങ്ങനെ ഉണ്ടായിത്തീരുന്നതാണ് മിൻ ക്ലാസിക്കിയ റൊമാൻസിയ വഖഇയ, ക്ലാസിക്കൽ റൊമാൻറ്റിസം, അതേപോലെ റിയലിസം എന്നൊക്കെ പറയുന്ന
അത്തരം സാഹിത്യ മേഖലയിൽ പ്രസ്ഥാനങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുന്ന അങ്ങനെയാണ്. വ അഫ്ബത്ത് ഇല റംസിയ, അങ്ങനെ അതിലേക്ക് പിന്നെ റംസിയ സിംബോളിസം എന്ന ഇസം കൂടെ അതിലേക്ക് ചേർന്ന് വന്നു. മിൻഹ ഇല മസുമ്യ ബിൽ ഹദാസ, അങ്ങനെ ഉണ്ടായിത്തീർന്ന സംഗതി തന്നെയാണ് ഈ പറയുന്ന മോഡേണിസം എന്ന് പറയുന്നതും. സുമ്മ നുഖിലത്ത് ഹാദിഹിൽ മദാഹിബു ഇലൽ ആലം, പിന്നീട് ഈ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഇലൽ ആലമിൽ അറബി ദൂന ഐ തബ്ദീലിനോ തഗ്യീരിൻ, യാതൊരു മാറ്റവുമില്ലാതെ അറേബ്യൻ ലോകത്തേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഫസാദത്ത് ഫി അദബിൻ അൽ അറബിൽ ഹദീസ് അൽ മുസ്തലഹാത്തുൽ ഗർബിയ, അങ്ങനെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ആധുനിക അറേബ്യൻ സാഹിത്യത്തിൽ പാശ്ചാത്യൻ ടെർമിനോളജികളെല്ലാം തന്നെ അത് മികച്ചു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അവ ഉയർന്നു വന്നു. അസാലീബുൽ കിതാബ അൽ ഗർബിയ, അതോടൊപ്പം തന്നെ പാശ്ചാത്യൻ ഗ്രന്ഥങ്ങളിലെ ശൈലികളും, മനാഹിജുൻ നഖ്ദിൽ അദബിൽ ഗർബിയ, പാശ്ചാത്യൻ സാഹിത്യ നിരൂപണ മെത്തഡോളജികളൊക്കെ, വഹത്തൽ കെലിമാത്ത്, എത്രത്തോളം കെലിമത്തുകൾ വേർഡുകൾ വരെ, വഹിയ തുക്തബ് ബിൽ ഹർഫിൽ അറബി, അഥവാ അത്തരം വേർഡുകൾ അറേബ്യൻ ലെറ്ററുകൾ ഉപയോഗിച്ച് എഴുതുന്നു. പക്ഷേ എല്ലാം തഅദ്ദാത്തു മദാമീൻ മഅൻ അറബിയ, അതിന് യാതൊരുവിധ അറേബ്യൻ ആശയങ്ങളും വഹിക്കുന്നില്ല. അങ്ങനെ ആ നിലക്കൊന്നുമില്ലാത്ത തീർത്തും പാശ്ചാത്യൻ വേർഡുകളെ അറേബ്യൻ ലെറ്ററുകൾ എഴുതുന്ന രൂപത്തിലേക്ക് വരെ അത്രമാത്രം പാശ്ചാത്യൻ സാഹിത്യ ശൈലികളിൽ നിന്നും അവരുടെ നിരൂപണ മേഖലകളിൽ നിന്നും അവരുടെ രചനാ വിഭവങ്ങളിൽ നിന്നെല്ലാം തന്നെ അറേബ്യൻ ലോകത്തും കടമെടുക്കുന്നത് കാണാൻ സാധിക്കും. കാന ഇദ്ഗാർ അലോൻ ഫോ എഡ്ഗർ അലൻ ഫോ അൽ അംരീഖി മിൻ റുമൂസിൽ മദ്രസ റംസിയ, അദ്ദേഹം മദ്രസ റംസിയയിൽപ്പെട്ട ഒരാളാണ്. അല്ലത്തി തമഖലത്ത് അൻഹ അൽ ഹദാസ ഫി ജാനിബിഹൽ അദബി, സാഹിത്യ മേഖല പരിശോധിക്കുമ്പോൾ സിംബോളിസം എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് പിന്നീട് മോഡേണിസം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത്തരത്തിലുള്ള സിംബോളിസം എന്ന ആശയത്തിൻ്റെ വക്താക്കളിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞ വ്യക്തി. വഖദ് നാദ ഇദ്ഗാർ ബി അൻ യകൂന അൽ അദബു കാഷിഫൻ അനിൽ ജമാൽ, അദ്ദേഹം വാദിച്ചത് സാഹിത്യമെന്ന് പറഞ്ഞാൽ ഭംഗിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കണം. വല അലാഖത ലഹു ബിൽ ഹഖ് വൽ അഖ്ലാഖ്, അതിന് എത്തിക്സുമായിട്ടോ യാഥാർത്ഥ്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. വഖദ് അസ്റ ബിഹി കസീറു മിന റൂമൂസ് താരീഖിയ്യ ലിൽ ഹദാസ, അദ്ദേഹത്തിൽ ധാരാളം ചരിത്ര സിംബലുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മോഡേണിസം എന്ന ആശയത്തോട് സ്വാധീനം ചെലുത്തിയത് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ആശയവുമായി വന്ന ആളുകളാണ് മിൻഹും ബോഡ്ലിയാർ, അതേപോലെ റാംബോ, മലാറോമ, വോൾഫാൾറി, ഗാസ്ര ബാൻറ്റ്, അവരൊക്കെ പേരുടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, തോമസ് ഇലിയോത്ത്, ഇത്തരം സാഹിത്യകാരന്മാരൊക്കെ ഈ രൂപത്തിൽ രംഗത്ത് വന്ന ആളുകളാണ്. وبهؤلاء جميعا تأثرت الموجات الأولى من الحداثية العرب. ഇങ്ങനെ ഈ ആളുകളൊക്കെ ഈ പറഞ്ഞ പാശ്ചാത്യൻ സാഹിത്യകാരന്മാരെ വായിച്ചു, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചു. അങ്ങനെ ആദ്യകാല അറബികളിൽപ്പെട്ട മോഡേണിസത്തിൻ്റെ വക്താക്കളിൽ ഇവരുടെയൊക്കെ ഒരു സ്വാധീനമുണ്ടായി. അങ്ങനെ ഉണ്ടായ അറേബ്യൻ സാഹിത്യകാരന്മാരാണ് മിസ്ലു ബദർ ഷാക്ർ സയ്യാബ്, നാസിഖുൽ മലായിക, അബ്ദുൽ വഹാബ് അൽ ബയാച്ചി, വഖലീൽ ഹാവി, അഡോനീസ് വഗൈറുഹും. ഇത്തരം സാഹിത്യകാരന്മാരൊക്കെ ഈ മേൽപ്പറയപ്പെട്ട പാശ്ചാത്യരെ വായിച്ചതിൻ്റെ ഫലമായിട്ട് അവരെ സ്വാധീനിച്ചതിൻ്റെ ഭാഗമാണ്. وتعتبر القصيدة الأرض الخراب لإليوت معلقة الحداثيين العرب بما حوته من غموض ورمزية. ഇല്യറ്റിൻ്റെ അൽ അർദു അൽ ഖറാബ് എന്ന് പറയുന്ന കവിത അത് മോഡേൺ അറേബ്യൻ സാഹിത്യകാരന്മാരുടെ മുഅല്ലഖയായിട്ട്, ആധുനിക കാലത്തെ മുഅല്ലഖയായിട്ട് വരെ അത് കണക്കാക്കുന്നു. കാരണം അതിൽ ഒരുപാട് ഈ നിലക്കുള്ള അവ്യക്തതകളും സിംബളുകളും ഉൾക്കൊള്ളിക്കുന്നു, റംസുകളുമുണ്ട് എന്ന കാര്യത്താൽ. വഹിയ ഹുവിലത്തിൽ അദബ് ഇല കിയാൻ മുഗല്ലഖ്, വഹിയ ഹവ്വലത്തിൽ അദബ ഇല കിയാൻ മുഗല്ലഖ്, ഇത് സാഹിത്യത്തെ തന്നെ ഒരു അടഞ്ഞ ഒരു സത്തയിലേക്ക് മാറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. തബ്തദിഉ ഫി സനായാഹു റുമൂസ് വൽ അസാതീർ വൽ ലുഗ റഖീഖ അൽ ആമിയ, എത്രത്തോളം എന്ന് വെച്ചാൽ കവിതകളിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഉള്ളകങ്ങളിൽ പല തരത്തിലുള്ള സിംബലുകൾ, പല ഐതിഹ്യങ്ങൾ, അതേപോലെ നിലവാരം കുറഞ്ഞ കോമൺ ലാംഗ്വേജുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇല ആഖിരി മാ നറാഹു അൽ യൗം, എത്രത്തോളം നമുക്ക് കാണാൻ പറ്റും. മിൻ മദാഹിർ അദബിൽ യൗമിൽ ഹദാസീൻ അൽ അറബ്, ഇന്ന് നമ്മൾ വായിക്കുന്ന ആധുനിക അറേബ്യൻ സാഹിത്യകാരന്മാരുടെ വീക്ഷണങ്ങളും പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടോ, അവിടേക്ക് എത്തുമാറ് ആ നിലക്കുള്ള മോഡേൺ ശൈലികളിൽ എന്ന് പറഞ്ഞാൽ പലതരം ഐതിഹ്യങ്ങളും അതേപോലെ കൊളോക്കിയൽ ലാംഗ്വേജുകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്.
ويعتبر أدونيس المنظر الفكري الحداثيين العرب الذي أخذ على عاتقه نبش كتب التراث. ഇവിടെ അറേബ്യൻ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ആധുനിക അറേബ്യൻ ചിന്തകന്മാർ അവരുടെ ഏറ്റവും പ്രകടമായ രംഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്ന അഡോണീസിനെയാണ്. അദ്ദേഹത്തിൻ്റെ പഴയകാല തുറാസുകൾ അവ മാന്തി എടുത്ത ആളാണ്. ليستخرج منها كل شاذ منخرف من الشعراء والأدباء المفكرين من أمثال ബഷാർ ബിൻ ബുർദ വബിൻ നവാസ്. അദ്ദേഹം ചെയ്തത് പഴയകാല തുറാസുകളെല്ലാം വായിച്ച് അല്ലെങ്കിൽ അവയെല്ലാം തികഞ്ഞ് പരിശോധിച്ച് അതിൽ നിന്ന് ഏറ്റവും ഷാദായത് ഒറ്റപ്പെട്ട് കിടക്കുന്നതും അതേപോലെ വ്യതിചലിച്ച ചിന്തകന്മാരായ സാഹിത്യകാരന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ബഷാറിനെ പോലെ, അബൂ നവാസിനെ പോലെ. എന്തുകൊണ്ട്? ലിഅന്ന ഫി ശിഅരിഹിം കസീറു മിനൽ മുറൂഖ് ലിൽ ഇസ്ലാം വത്തശ്ഖീഖ് ഫിൽ അഖായിദ് വസ്സുഖ്രിയ മിൻഹാ വദ്ദഅവ ലിൽ ഇൻഹിലാൽ ജിൻസി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്? അവർ പല ആളുകളും ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്കെതിരെ കടന്നാക്രമിച്ച, ഇസ്ലാമിക വിശ്വാസങ്ങൾ സംശയം പ്രകടിപ്പിച്ച, അതിൽ പരിഹാസങ്ങൾ കണ്ടെത്തിയ, അതേപോലെ സെക്ഷൽ ഡിസൊല്യൂഷന് വേണ്ടി വാദിച്ച ആളുകളൊക്കെയാണ്. അപ്പോൾ അത്തരം പൗരാണികരായിട്ടുള്ള അബ്ബാസി കാലഘട്ടത്തിലൊക്കെ ജീവിച്ചു പോയ തുറാസുകൾ, അവരുടെ രചനകൾ അവ കണ്ടെത്തി അവ തികഞ്ഞന്വേഷിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആശയങ്ങളും സിമ്പലുകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് അഡോണീസ്. അതുകൊണ്ട് തന്നെ അഡോണീസിനെയാണ് ഈ ഒരു ചിന്തയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിട്ട് ഈ അറബികളിലെ മോഡേണിസ്റ്റുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തത് അശ്ശീറുൽ ഹുറുമായി ബന്ധപ്പെട്ടതാണ്. തുടർന്ന് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.